ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വേഗത്തിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഞങ്ങൾ വീണ്ടും തിരുവെഴുത്തുകളെ ധ്യാനിക്കുവാൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ തിരുവെഴുത്തുകളിലെ ആഴമേറിയ മർമ്മങ്ങൾ ഗ്രഹിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ അവയെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അനുസരിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ അങ്ങ് പ്രാപ്തന്മാരാക്കണമേ. മഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എന്നുള്ളത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രാധാന്യം എന്നുള്ള വിഷയമാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 37 വരെയുള്ള വേദഭാഗങ്ങളാണ് ചിന്തയ്ക്ക് ആധാരമായിട്ട് നിൽക്കുന്നതായ ഭാഗങ്ങൾ. എന്നിരുന്നാലും നാം അതൊന്നും ആദ്യ ഭാഗത്ത് വായിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചിന്ത മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് വായിപ്പാനായിട്ട് ഇടയായിത്തീരും. ഒന്ന് പറയട്ടെ, ബൈബിൾ സ്നേഹിക്കുന്ന, വീണ്ടും ജനിച്ച, രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിക്കും ആമേൻ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണമാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം, അവിടുത്തെ മരണത്തിൻ്റെ സവിശേഷ സ്വഭാവത്തിലും പ്രത്യേക പ്രാധാന്യത്തിലും നാം പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അവിടുന്ന് മരിച്ചു എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ആരുടെയെങ്കിലും ഭാവനയോ ഊഹാപോഹങ്ങളോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കെട്ടുകഥയല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്ന കാര്യത്തെ സംബന്ധിച്ച് ധാരാളം കാഴ്ചപ്പാടുകളും വ്യാഖ്യാനങ്ങളും ആശയങ്ങളും സിദ്ധാന്തങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ടും തിരുവെഴുത്തുകൾ വളരെയേറെ അത്ഭുതകരമാണെന്ന് ഞാൻ പറയട്ടെ. കാൽവരി കുരിശിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ആഴമേറിയ പ്രാധാന്യം നാം മനസ്സിലാക്കുമ്പോൾ, അത് പൂർണ്ണമായിട്ട് ഗ്രഹിക്കുമ്പോൾ നമുക്കൊരിക്കലും അലസനായിട്ടിരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ഈ ഭൂപരപ്പിലെ ജീവിതത്തിൽ നമ്മൾ ഒരു വഴിത്തിരിവിന് കാരണമായി തീർന്നത് അവിടുത്തെ ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണത്തിൽ നാം വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ മുതലാണ് നാം ഒരു പുതിയ യാത്ര ആരംഭിക്കുവാൻ, ദൈവത്തോട് ചേർന്നുള്ളതായ ഒരു യാത്ര ആരംഭിക്കുവാനിടയായി തീർന്നതെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഒട്ടും പ്രാധാന്യം കുറയാത്ത, വളരെയേറെ ആശയസമ്പുഷ്ടങ്ങളായ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹകരമായ നിലയിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമായ ഈ പഠന ഭാഗത്തേക്ക് നമുക്ക് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഇടവരുമാറാകട്ടെ. ഒന്നുകൂടെ പറയാം, അതുല്യമായ ഒരു വിഷയമായതുകൊണ്ട് ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളും അനവധിയാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതിൽ നമുക്ക് സന്തോഷിക്കാം. നമ്മുടെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളൊരു ആംഗലേയ ഗാനത്തിൻ്റെ ചില വരികൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രാരംഭത്തിലൊന്ന് ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വരികൾ ഇങ്ങനെയാണ്: ക്ഷമിക്കപ്പെടേണ്ടതിനാണ് അവിടുന്ന് മരിച്ചത്, നമ്മെ നല്ലവരാക്കുവാൻ അവിടുന്ന് മരിച്ചു. അവസാനം നാം സ്വർഗത്തിലേക്ക് പോകുന്നതിന് അതെ അവിടുത്തെ വിലയേറിയ രക്തത്താൽ രക്ഷിക്കപ്പെട്ടു എന്നാണ് ആ വരികൾ. ക്ഷമിക്കപ്പെടുവാനായിട്ടാണ്, നാം ക്ഷമിക്കപ്പെടുവാനായി അവിടുന്ന് മരിച്ചു. ഇത് നമ്മുടെ ഭൂതകാല ദൈവിക ക്ഷമയെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയമാണ്. നമ്മെ നല്ലവരാക്കുവാൻ, നന്മയുള്ളവരാക്കുവാൻ അവിടുന്ന് മരിച്ചു. ഇത് വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാനുള്ള ശക്തി പകരുന്ന ഒരു ചിന്തയാണെന്നുള്ളത് മനസ്സിലാക്കട്ടെ. അവസാനം നാം സ്വർഗത്തിലേക്ക് പോകുന്നതിനായിട്ട് നമ്മുടെ ഭാവി പ്രത്യാശയെ അത് ചൂണ്ടിക്കാണിക്കുന്നില്ലേ? പ്രൈസ് ഗാഡ്. നമ്മുടെ ഭാവി എന്താണ്, നാം എവിടെയാണ് ചിലവഴിക്കുവാൻ പോകുന്നത് എന്നൊക്കെ ആ വരികൾ നമ്മെ ഓർപ്പിക്കുന്നു. അതിനായിട്ടാണ് അവിടുന്ന് ക്രൂശിൽ തൻ്റെ വിലയേറിയ രക്തം നൽകി തന്നത് എന്ന് നാം ഈ തരുണത്തിൽ ഓർക്കട്ടെ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. 17-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വായിക്കാം. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. വ്യർത്ഥവും
പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ വാക്യങ്ങളൊക്കെ നമ്മെ ഓർപ്പിച്ചുണർത്തുന്നത് അവിടുത്തെ വിലയേറിയ രക്തം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അനവധിയായ അനുഗ്രഹകരമായ പ്രവൃത്തികളെ കുറിച്ചുള്ളതാണ്. ഇത് വളരെ ആഴത്തിലുള്ള ഒരു ദൈവശാസ്ത്രമാണെങ്കിലും വളരെ ലളിതവും സുവ്യക്തവുമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്നും എല്ലാവരെയും രക്ഷിപ്പാനായി അവിടുന്ന് വിലയേറിയ രക്തം ചൊരിഞ്ഞുവെന്നും ഒരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ചില വേദവാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു, സൂചിപ്പാൻ ആഗ്രഹിക്കുന്നു. അതൊന്ന് കുറിച്ചെടുക്കുക, നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുക. വളരെ ലളിതമായ ഭാഷയിൽ ഗഹനമായ ആത്മീക മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തി വരച്ചു കാണിക്കുമ്പോൾ നമ്മോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ആഴം നാം ഒരിക്കലും മറക്കരുത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ചില വാക്യങ്ങൾ കുറിപ്പാൻ താല്പര്യമുണ്ടെങ്കിൽ കുറിച്ചെടുക്കുക. യെശയ്യാവിന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 3:14, യോഹന്നാന്റെ സുവിശേഷം 10:18, റോമാലേഖനം 5-ാം അധ്യായം 6ഉം 10ഉം വാക്യങ്ങൾ, 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 3-ാം വാക്യം, 2 കൊരിന്ത്യർ 5:21, ഗലാത്തി 3:13, എബ്രായർ 9:26, 1 പത്രോസ് 3:18 തുടങ്ങിയ വാക്യങ്ങളൊക്കെ നമ്മുടെ ധ്യാനത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം അവിടുത്തെ മുഖത്തോട്ട് നോക്കുവാൻ കഴിയുമെങ്കിൽ എത്ര ലളിതമായ ഭാഷയിലാണ് കർത്താവ് അത് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതെന്ന് കാണുവാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 നമുക്കറിയാം, അത് ലോക സ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടെന്ന് പരാമർശമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കട്ടെ. യോഹന്നാൻ 3:14 നാം ഇങ്ങനെ വായിക്കുന്നു: മോശെ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. 10:18 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യം, 1 കൊരിന്ത്യർ 15:3 ഞാൻ വായിക്കട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. നോക്കുക, തിരുവെഴുത്ത് പോലെ അവിടെ നിന്ന് മരിച്ചു, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അനേകർക്ക് അവിടെ നിന്ന് വെളിപ്പെട്ടു വന്നു. സ്തോത്രം. അതേ 2 കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 21-ാമത് വാക്യവും ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പാപത്തെ പ്രതിയായിട്ട് പാപമില്ലാത്ത ദൈവകുഞ്ഞാടാകുന്ന യേശു കർത്താവ് പാപമാക്കപ്പെടുകയാണ് നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ രക്ഷയ്ക്കായിട്ട്. സ്തോത്രം. എത്ര ആഴത്തിലുള്ള ദൈവസ്നേഹത്തിൻ്റെ ഇടപെടലാണ് കാൽവരിയിൽ നടന്നതെന്ന് ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത് എത്ര സന്തോഷകരമാണ്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, നമ്മെ എത്രമാത്രം ആഴത്തിൽ അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ അത് നമ്മോട് ആഴത്തിൽ ദൈവികമായിട്ടുള്ള സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നൽകിത്തരിക. എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം അധ്യായത്തിൻ്റെ 26-ാമത് വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിങ്കൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി.
ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കുക, ഒരു ചെറിയ കുഞ്ഞിന് പോലും മനസ്സിലാക്കുവാൻ കഴിയുന്ന വിധത്തിൽ ആഴമേറിയ മാർമിക സത്യങ്ങളെ പരിശുദ്ധാത്മാവ് തിരുവെഴുത്തുകളിൽ നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് ദൈവവചനത്തിൻ്റെ പഠിപ്പിക്കലിന് ഈ തിരുവെഴുത്തുകൾ, ഇത് മാത്രമല്ല മറ്റനേകം തിരുവെഴുത്തുകളും സംഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ഈ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ് അവിടുത്തെ മരണം അതുല്യമായിരുന്നു എന്നും അത് പ്രാധാന്യമുള്ളതായിരുന്നുവെന്നും നാം മനസ്സിലാക്കേണ്ടത് ഇരിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ മരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ ഞാൻ വായിക്കട്ടെ. ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് സ്തോത്രം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദാവീദ് മുഖാന്തരം പഴയ നിയമപുസ്തകങ്ങളിൽ നമുക്ക് ഈ സത്യങ്ങളെ കാണുവാനായിട്ട് ഇടയാകും. സ്തോത്രം. എന്താണ് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ആമേ, നിത്യതയിൽ അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള നിർണയങ്ങളുണ്ട്, തീരുമാനങ്ങൾ എടുക്കപ്പെട്ടിട്ടുണ്ട്, നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നിത്യതയിൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ കാൽവരിയിലെ യാഗം എന്നുള്ളത്. 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൽ 19-20 വാക്യങ്ങൾ നാം നേരത്തെ വായിച്ചത് ഒന്നുകൂടെ വായിക്കട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 19-20 ഇങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ ഇത് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പ് മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പദപ്രയോഗം ശ്രദ്ധിക്കുക. ലോകസ്ഥാപനത്തിന് മുന്നമേ മുന്നറിയിക്കപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. നിത്യതയിലാണ് ഈ തീരുമാനം ദൈവഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത്, നിർണയിക്കപ്പെട്ടത്. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്: ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം. അപ്പം ലോകസ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ടു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ തിരുവെഴുത്തുകൾ നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നത് അവിടുത്തെ ക്രൂശിലെ യാഗത്തെക്കുറിച്ചുള്ള തീരുമാനമെടുത്തത് അനവധി പ്രോഗ്രാമുകൾ നടത്തി പരാജയപ്പെട്ട് അതിന് നടുവിൽ രക്ഷപ്പെടാനുള്ള ഒരു പരിപാടി എന്ന വണ്ണം തിരികെ കയറ്റിയ ഒന്നല്ല. പിന്നെയോ അത് ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ദൈവഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന മാനവകുലത്തിൻ്റെ ഉദ്ധാരണത്തിനായുള്ള ദൈവപ്രവൃത്തി എന്നുള്ളത് ഇന്ന് പകലിൽ പ്രാരംഭത്തിൽ ഓർക്കട്ടെ. രണ്ടാമതായിട്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ ഇത് മുൻകൂട്ടി പ്രവചിക്കപ്പെട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിക്കുമ്പോൾ സ്ത്രീയുടെ സന്തതിയെക്കുറിച്ച് അവിടെ പറയുന്നു. ആരാണ് സ്ത്രീയുടെ സന്തതി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അവിടുന്ന് എന്തിനു വേണ്ടി വരുന്നുവെന്ന്, അവിടുത്തെ യഥാർത്ഥമായിട്ടുള്ള അവതാര ലക്ഷ്യം എന്താണെന്ന്, ഈ ഭൂമിയിൽ അവിടുത്തെ ദൗത്യം എന്താണെന്ന്, നിയോഗം എന്താണെന്ന് ആ വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കഴിയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ. യെശയ്യാവിൻ്റെ പുസ്തകം 53-ാം അധ്യായത്തിലുള്ള വിശദീകരണങ്ങൾ പഠിക്കുമ്പോൾ അവിടുന്ന് അനുഭവിച്ചതാകുന്ന ആ വളരെ വേദനാജനകമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള വിശദീകരണമാണ് പ്രവചന ഭാഷയിൽ പരിശുദ്ധാത്മാവ് പ്രവാചകനിൽ കൂടെ നമ്മോട് അറിയിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ ചില വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.
അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞ് മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. നോക്കുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായും ഒഴിഞ്ഞ് തന്നോട് കൂടെ അല്ലെങ്കിൽ താൻ ആരുടെ കൂടെ യാത്ര ചെയ്തുവോ അവരോട് വിശദീകരിച്ച് വ്യാഖ്യാനിച്ചവരെ പഠിപ്പിക്കുകയാണ്. മോശ തുടങ്ങിയ പ്രവാചക പുസ്തകങ്ങളിൽ അവിടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്, പ്രവചന ദൂതുകളുണ്ട്. അതവരെ പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്, അവരെ അതിലേക്ക് നയിക്കുകയാണ്. അപ്പോൾ നോക്കുക, ഇത് പഴയ നിയമ പുസ്തകത്തിൻ്റെ താളുകളിൽ പ്രവചിക്കപ്പെട്ടതായ വലിയ ആത്മീക സത്യമാണ് എന്ന് നാം മറന്നു പോകരുത്. സ്തോത്രം. പ്രവൃത്തികളുടെ പുസ്തകം 10:43 വായിക്കുക. അടുത്തത്, പഴയ നിയമ പുസ്തകങ്ങളിൽ ചില സാദൃശ്യ രൂപേണ അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസഹാക്കിനെ മോറിയ മലയിലേക്ക് യാഗമാക്കുവാൻ തക്കവണ്ണം കൊണ്ടുപോകാൻ ഒരു ചരിത്രം ഇവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് വാസ്തവത്തിൽ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? താൻ സ്നേഹിക്കുന്ന തൻ്റെ ഏകജാതനാകുന്ന ആ കുമാരനെ യാഗമായി സമർപ്പിക്കുവാൻ വേണ്ടി പോകുന്ന പിതൃവേദനയുടെ ഒരു ചിത്രീകരണം ഇവിടെ കാണുവാനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ അറുക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ഒരു ചിത്രം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളിൽ ടൈപ്പുകളായി സാദൃശ്യ രൂപേണ ഈ വിഷയങ്ങൾ നമ്മോട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇനിയും അടുത്ത കാരണം, സുവിശേഷങ്ങളിലെ പ്രമുഖരായിരിക്കുന്ന മത്തായിയും മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ തുടങ്ങിയ സുവിശേഷകന്മാരുടെ പുസ്തകങ്ങളിൽ വളരെ വ്യക്തമായ ഭാഷയിൽ ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പ്രതിപാദ്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. അധ്യായങ്ങളൊന്നും ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണതൊക്കെ. അടുത്തത്, ലേഖനങ്ങളിലും വളരെ പ്രാധാന്യത്തോടുകൂടെ ഈ വിഷയങ്ങളെ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ഹല്ലേലൂയ, ആമേൻ. നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു അഭക്തർക്ക് വേണ്ടി മരിച്ചു. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 23 ഇങ്ങനെ പറയുന്നു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവരാണെന്നാണ് പൗലോസ് തൻ്റെ അനുവാചകരോട് വിളിച്ചു പറയുന്നത്. ഇന്ന് ദൈവമക്കൾ എന്നുള്ള നിലയിൽ തിരിച്ചറിയുക, ലേഖനങ്ങളിലും വളരെയധികം പ്രാധാന്യത്തോടെ വിശദീകരിക്കപ്പെട്ടതാകുന്ന ഒരു മഹനീയ സത്യമാണ് ക്രൂശിലെ യാഗം എന്നുള്ളത് ഓർക്കുക. ഗലാത്യ ലേഖനം 1:4, എബ്രായ ലേഖനം ആദ്യം വായിച്ച വാക്യമാണല്ലോ, 9:26 നമുക്ക് ഈ സത്യങ്ങളുടെ വിശദീകരണമൊക്കെ കാണുവാനായിട്ട് കഴിയും. അടുത്തത്, സ്വർഗത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: ആമേൻ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയും ആയ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപഭോഗി, നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവും ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ ശ്രേഷ്ഠ വിഷയമാണ് പാപപരിഹാരത്തിനു വേണ്ടി ക്രൂശിതനായ ദൈവകുഞ്ഞാടാകുന്ന യേശു കർത്താവ്. വെളിപ്പാട് 5-ാം അധ്യായത്തിന് 6 മുതൽ 12 വരെ നമുക്ക് ഈ കാര്യങ്ങൾ വീണ്ടും കാണുവാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗത്ത് വായിക്കാൻ ആഗ്രഹിക്കുക. 5-ാം അധ്യായത്തിൽ കടന്നു വരാം. 5-ാം അധ്യായം അതിൻ്റെ
6 മുതൽ വായിക്കട്ടെ. അവിടെ ഇങ്ങനെ കാണുന്നു: ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ദൈവ പൈതലേ, സ്വർഗത്തിൽ അവിടെ നിന്നുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അറുക്കപ്പെട്ട കുഞ്ഞാട്. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണും ഉണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻ കലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. അടുത്തത് ശ്രദ്ധിക്കുക: പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. എന്തുകൊണ്ടാണ് ആ യോഗ്യത പ്രാപിച്ചതെന്ന് അടുത്ത വാക്യം പറയുന്നു: നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇപ്പോൾ സ്വർഗത്തിലെ പ്രധാന വിഷയം എന്ന് മാത്രമല്ല കേട്ടോ, പിന്നെ സ്വർഗത്തിലെ ഒരു പ്രധാന തീം സോങ് കൂടെയാണത്. ഹല്ലേലൂയ. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നീ യോഗ്യൻ. സ്തോത്രം. ഹല്ലേലൂയ. സർവ ഭാഷയിലും ഗോത്രങ്ങളിലും ജാതിയിലും പെട്ടവരെ അവിടുത്തെ വിലയേറിയ രക്തത്താൽ വിലയ്ക്ക് വാങ്ങുവാൻ ഇടയായി തീർന്നു. എത്ര ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇതെന്ന് നാം ഇന്ന് പകൽക്കാലം അറിയുക. പ്രൈസ്. അതുകൊണ്ട് ഇത് സ്വർഗത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമ്മളിനി ചോദിക്കാൻ ആഗ്രഹിക്കും: എന്തുകൊണ്ടാണ് കർത്താവായ യേശു മരിച്ചത്? നമുക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള ചില ചിന്തകളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യം നമുക്ക് അല്പം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഞാൻ പറയട്ടെ, യെശയ്യാവിന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൻ്റെ 8-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം അതിൻ്റെ 53 8-ാം വാക്യം. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. സ്തോത്രം. നോക്കുക, നമുക്കറിയാം അവിടുന്ന് ആത്മഹത്യ ചെയ്തില്ല, അല്ലേ? അവിടുന്ന് ആത്മഹത്യ ചെയ്യുവാനല്ല വന്നിട്ട്, പിന്നെയോ പ്രവചന നിവൃത്തീകരണമാണ്. ജനം അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നത് അവിടുന്ന് ആത്മഹത്യ ചെയ്യുവാൻ വന്നവരല്ല. മറ്റൊന്ന്, പ്രായം ചെന്ന് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് രോഗം വന്ന് മരിച്ചവനുമല്ല കർത്താവായ യേശു ക്രിസ്തു എന്ന് നമുക്ക് തിരുവചനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒരു രാഷ്ട്രീയ നേതാവായിട്ടും അവിടുന്ന് മരിച്ചില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ദൈവസ്നേഹം കാണിച്ചിട്ട് അങ്ങോട്ട് പോകാം എന്ന രീതിയിലുമല്ല അവിടുന്ന് മരിച്ചത്. ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രായാധിക്യത്താൽ അല്ലെങ്കിൽ അപകടപ്പെട്ട് രോഗത്തിൽ, അതുമല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഒന്നുമല്ല അവിടുന്ന് മരിച്ചതെന്ന് നാം മനസ്സിലാക്കുക. അവിടെ ഒടുക്കം ഒരു കാര്യം കൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ൽ ഒരു വാക്യം കാണുവാനായിട്ട് കഴിയും. അതിന് 4 ഇങ്ങനെ പറയുന്നു. 23-ാം അധ്യായത്തിൻ്റെ 4-ാമത് വാക്യം. പിലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു.
സ്തോത്രം. കുറ്റമൊന്നും കാണുന്നില്ല. ഒരു കുറ്റവാളിയായിട്ടുമല്ല അവിടുന്ന് മരിച്ചതെന്നാണ് തിരുവെഴുത്ത് നമുക്ക് തരുന്ന വിശദീകരണം, ഉറപ്പ്. നമുക്കറിയാം, ലോക ചരിത്രത്തിൽ കുറ്റവാളിയല്ല എന്ന് വിധിക്കപ്പെട്ട് കൊല്ലപ്പെടുവാൻ ഏൽപ്പിക്കപ്പെട്ട ഒരേ ഒരു ചരിത്ര പുരുഷൻ അത് യേശു കർത്താവ് മാത്രമാണ്. കുറ്റവാളിയല്ല എന്ന് കോടതികൾ നിസ്സംശയം തെളിയിക്കപ്പെട്ട് അതിനുശേഷം അവിടുന്ന് ക്രൂശിപ്പാൻ ഏൽപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നോക്കുക, ഒരു കുറ്റവാളിയായിട്ടുമല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മരിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ക്രിയാത്മകമായ, അതിൻ്റെ പോസിറ്റീവ് വശങ്ങളെ നമുക്കത് ചിന്തിപ്പാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രക്ഷകൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ ഞാൻ തുടർന്ന് വയ്ക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. അതിലൊന്നാമത്തേത് നാം അറിയുക, കർത്താവായ യേശു ക്രിസ്തു എന്തിനാണ് ലോകത്തിലേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി, അവിടുന്ന് മരിക്കുവാൻ തക്കവണ്ണമാണ് ലോകത്തിലേക്ക് വന്നത്. അവിടുത്തെ മരണം ഒരാവശ്യമായിരുന്നു. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ നോക്കുക, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. ഇപ്പോൾ തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് സാക്ഷീകരിക്കുന്നു, അവിടുന്ന് ഭൂമിയിലേക്ക് വന്നത് മരിപ്പാൻ തക്കവണ്ണമാണ്. അത് അവിടത്തേക്കും അറിയാമായിരുന്നു. താൻ എന്തിനു വേണ്ടിയിട്ടാണ് വന്നതെന്ന് വ്യക്തമായ ബോധ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളത് മറക്കരുത്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കട്ടെ. 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കട്ടെ. അന്ന് മുതൽ താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. നോക്കുക, തൻ്റെ ജീവിത ദൗത്യം എന്തെന്ന് നല്ല ബോധ്യത്തോടുകൂടെ കടന്നു വന്ന യേശു കർത്താവ് ആ വിഷയത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രസംഗിക്കുവാൻ തയ്യാറായത്. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, അന്ന് മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മുഖാന്തരം പലതും സഹിക്കേണ്ടി വരും, കൊല്ലപ്പെടും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് തികഞ്ഞ ബോധ്യത്തോടുകൂടെ അത് പ്രസംഗിക്കുവാൻ അവിടുന്ന് തയ്യാറാകുകയാണ്. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. 12-ാം വാക്യം അതിങ്ങനെ പറയുകയാണ്. ഞാൻ വാക്യം വായിക്കട്ടെ. എന്നാൽ ഏലിയാവ് വന്നു കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്കിലും അവർ അവനെ അറിഞ്ഞുകൊള്ളാതെ തങ്ങൾക്ക് തോന്നിയത് എല്ലാം അവനോട് ചെയ്തു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് ഉത്തരം പറഞ്ഞു. അവണ്ണം മനുഷ്യപുത്രനും അവരാൽ കഷ്ടപ്പെടുവാനുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:14, 10:11, ലൂക്കോസ് 9:51 നമുക്ക് ഇത് സുവ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. അവിടുന്ന് എന്തിനു വേണ്ടി വന്നു എന്നുള്ളതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ടായിരുന്നു എന്ന് തിരുവെഴുത്തുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിന്ദയോടെ പറയുന്നത് പോലെ അവിടുന്ന് മരിക്കുന്നത് കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അർത്ഥതലങ്ങളിൽ അവർ അതിനെക്കുറിച്ച് പരിശോധിച്ചപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പകരം നിന്ദിക്കുവാനുള്ള വഴികൾ അവർ അന്വേഷിക്കുകയാണ് ചെയ്തത്. നമുക്ക് വേണ്ടി മരിക്കുവാനായി അവിടുന്ന് ലോകത്തിലേക്ക് വരണം എന്നുള്ളത് നിത്യതയിൽ തന്നെ ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 13-ാം അധ്യായത്തിലെ 8-ാം വാക്യം പറയുന്നത്. ലോക സ്ഥാപനത്തിന് മുന്നമേ അറുക്കപ്പെട്ട കുഞ്ഞാട്. വെളിപ്പാട് 13:8 നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട്
നമ്മുടെ കർത്താവ് ആമേൻ മരിക്കുവാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള തികഞ്ഞ ബോധ്യമുള്ളവനാണ്. യാദൃശ്ചികമായിട്ട് അങ്ങോട്ട് വലിച്ചഴക്കപ്പെട്ടവനല്ല, അറിയാതെ ചെന്ന് പെട്ടതല്ല, ആരെങ്കിലും കുടുക്കിയതുമല്ല. സ്തോത്രം. സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് വ്യക്തമായ ഭാഷയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ദൗത്യം എന്താണെന്നുള്ളത്, ശുശ്രൂഷ എന്താണെന്നുള്ളത് അവിടുന്ന് ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അനേകർക്ക് വേണ്ടി മറുവിലയാകുവാൻ, ജീവനെ കൊടുക്കുവാൻ, പ്രാണനെ വെടിയുവാൻ, പരിഹാരയാഗമായി തീരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ ദൈവിക നീതിയുടെ പൂർത്തീകരണത്തിനായി കൽവറിയിൽ ഏൽപ്പിക്കപ്പെടുകയാണ് തൻ്റെ ദൗത്യമെന്നത് അവിടുന്ന് ഹൃദയപൂർവ്വം അറിഞ്ഞിരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കർത്താവായ യേശു സ്വമേധയ മനഃപൂർവമായിട്ട് മരിക്കുവാൻ തന്നെ വിട്ടുകൊടുക്കുകയാണ് എന്നുള്ളതാണ്. പാപമില്ലാത്തവൻ എന്ന നിലയിൽ മരണത്തിനായിട്ട് ഒരു കാരണവും അവനിൽ കാണുവാനില്ലായിരുന്നു. നാം അത് നേരത്തെ വായിച്ച് കേട്ടതാണ്. പിലാത്തോസ് പറഞ്ഞു, ഈ മനുഷ്യനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 10:18 ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിങ്ങനെ പറയുന്നു, സ്തോത്രം, അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിനാൽ അയക്കപ്പെട്ട പരിശുദ്ധനായ ദൈവകുമാരൻ, സ്തോത്രം, ഹല്ലേലൂയ. 7-ാം അധ്യായത്തിൻ്റെ 30-ാമത് വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7:30 വായിക്കുമ്പോൾ, ആകയാൽ അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവൻ്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല. സ്തോത്രം. എപ്പോൾ, എവിടെ വച്ച്, ഏത് നിലയിൽ പിടിക്കപ്പെടും, വിസ്തരിക്കപ്പെടും, മരണത്തിന് വിധിക്കപ്പെടും എന്നെല്ലാം അവിടുന്ന് അറിഞ്ഞിരുന്നു. എന്നിട്ടും മനഃപൂർവമായി സ്വമേധയ തൻ്റെ അകത്ത് തിളച്ചു പൊങ്ങുന്ന ദൈവസ്നേഹം അതിൽ തന്നെ ആമെ മുന്നോട്ട് തള്ളിവിടുകയാണ് ഉണ്ടായതെന്നുള്ളത് ഞാൻ ആത്മാവിൽ പറയട്ടെ. സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 53-ാമത് വാക്യം ഞാൻ കർത്താവിൽ ആശ്രയിച്ച് വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 53-ാമത് വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. സ്തോത്രം. ഞാൻ ദിവസേന ദേവാലയത്തിൽ നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും എൻ്റെ നേരെ കൈയോങ്ങിയില്ല. നോക്കുക, അവിടുന്ന് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയല്ലായിരുന്നു, മറിച്ച് എല്ലാ ദിവസവും സിനഗോഗുകളിൽ അവിടുന്ന് പഠിപ്പിക്കുവാൻ ചെല്ലുമായിരുന്നു. ജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലായിരുന്നു അവിടുന്ന് മുന്നോട്ട് പോയത്. എന്നാൽ അവിടെയൊന്നും അവിടുത്തെ കയ്യേറ്റം ചെയ്യുവാനോ പിടിക്കുവാനോ ഒന്നും അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയും ഇരുളിൻ്റെ അധികാരവും ആകുന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ മനസ്സോടുകൂടെ തന്നെ വിട്ട് കൊടുക്കുകയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 20-ാമത് വാക്യവും ഞാൻ വായിക്കട്ടെ. സ്തോത്രം. അത് ഇങ്ങനെ വായിക്കുന്നു. അവൻ ദേവാലയത്തിൽ ഉപദേശിക്കുമ്പോൾ ഭണ്ഡാര സ്ഥലത്ത് വെച്ച് ഈ വചനം പറഞ്ഞു. അവൻ്റെ നാഴിക അതുവരെയും വന്നിട്ടില്ലായക കൊണ്ട് ആരും അവിടുത്തെ പിടിച്ചില്ല. ആരും അവിടുത്തെ പിടിച്ചില്ല. എന്താ കാരണം? അവിടുത്തെ സമയം വന്നിട്ടില്ല. അവിടുന്ന് സ്വമേധയാ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ചു. കാരണം അവിടുന്ന് അങ്ങനെ ചെയ്യണം എന്നുള്ളത് പിതാവിൻ്റെ ഹിതമാണ്. എന്തുകൊണ്ടാണ് ചെയ്തത്? അവിടുന്ന് നമ്മെ ആഴമായി സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവിടുന്ന് അറിയാതിരിക്കുന്നൊരു സംഗതിയാണ് ഇതെന്ന് പറയുവാൻ നമുക്ക് തരമില്ല. പിന്നെയോ തിരുവെഴുത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നത് പോലെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവഹിതം അനുഷ്ഠിക്കുവാൻ, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ആമേൻ അവിടുന്ന്
ഭൂജാതനായതാണ്. സംഗീത പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 8-ാമത് വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സ്വമനസാരെ സ്തോത്രം. ആമേൻ. നമ്മെ രക്ഷിപ്പാനുള്ള അദമ്യമായ ആഗ്രഹത്തോടു കൂടെ, വേറെ വഴികളൊന്നുമില്ല, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല, പാപമോചനത്തിനായിട്ട് യാഗം ആവശ്യമായിരുന്നു, യാഗാർപ്പണം അനിവാര്യമായിരുന്നു എന്നുള്ള തികഞ്ഞ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് പിതാവിന് ഹിതം നിറവേറ്റുവാൻ, ദൈവികമായിട്ടുള്ള നീതിയുടെ നിർവഹണത്തിനായി, ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണത്തിനായി അവിടുന്ന് സ്വമേധയാ നമുക്ക് വേണ്ടി കാൽവരിയിൽ ഏൽപ്പിക്കപ്പെടുവാൻ ഇടവന്നു എന്നുള്ളത് അത്രമാത്രം നമ്മളെ കുഴപ്പിക്കുന്നൊരു വിഷയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. രണ്ടാമത്തെ കാരണം, കർത്താവായ യേശു സ്വമേധയ മരിക്കുവാൻ തന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അടുത്ത ഒരു വിഷയം, കർത്താവായ യേശു പാപത്തെ അകറ്റുവാനുള്ള പാപ ബലിയായിട്ടാണ്, യാഗമായിട്ടാണ് മരിച്ചത്. തിരുവെഴുത്തുകൾ വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് വീണ്ടും മടങ്ങി പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 53-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു, നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരിക്കുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും, ആമേൻ, രോമം കത്രിക്കയുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തന്നെത്താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും പീഡിപ്പിക്കപ്പെട്ടു. നമ്മിൽ പ്രസാദിച്ചതുകൊണ്ട് യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവിടുത്തെ മേൽ ചുമത്തി പാപയാഗമായി. നാം മുന്നമേ വായിച്ചത് വാക്യം ഓർക്കുക, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവിടുന്ന് പാപമാക്കപ്പെട്ടു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 29 പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എത്രമേൽ ശ്രേഷ്ഠതരമായ ഒന്നാണത്. ഹല്ലേലൂയ. തിരുവെഴുത്തിലും പ്രകാരം മരിക്കുക, തിരുവെഴുത്തിൻ്റെ നിവൃത്തിക്കായിട്ട് ആമേൻ യാഗമാക്കപ്പെടുക. ഹല്ലേലൂയ. ആമേൻ. അതെല്ലാം എത്ര ശ്രേഷ്ഠതരമാണ്. ഒരിക്കൽ കൂടെ 2 കൊരിന്ത്യർ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം ഞാൻ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുക. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 21-ാമത് വാക്യം. പാപം അറിയാത്തവൻ. ആഴമായ ഒരുപാട് ദൈവസ്നേഹത്തിൻ്റെ ഒരു വെളിപ്പാട് ഈ വാക്യങ്ങളൊക്കെ നമുക്ക് നൽകി തരുന്നുണ്ട്. പാപം അറിയാത്തവൻ. സ്തോത്രം. സ്തോത്രം. നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകുവാൻ അവിടുത്തെ നമുക്ക് വേണ്ടി പാപമാക്കുകയാണ്. നമ്മുടെ പാപം അവിടുത്തെ മേൽ ചുമത്തുകയാണ്. നേരത്തെ വായിച്ച ഒത്തിരി വാക്യങ്ങൾ വീണ്ടും ആവർത്തിക്കട്ടെ. എബ്രായ ലേഖനം 9:26, 1 പത്രോസ് 2:24 ഒക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങൾ കാണുവാനായിട്ട് കഴിയും. എന്തിനു വേണ്ടി അവിടുന്ന് മരിച്ചത്? തൻ്റെ പരമയാഗത്താൽ, ആ സാക്രിഫിഷ്യൽ ഡെത്ത് മുഖാന്തിരം നമ്മുടെ പാപം അകറ്റുവാൻ അവിടുന്ന് മരിച്ചു. സച്ച് എ ഗ്രേറ്റ് ലവ് he showed on the cross of Calvary on our behalf. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ നമുക്കിട വരരുത്. എനിക്കും നിനക്കും വേണ്ടി അവിടുന്ന് മരിച്ചു. സ്വമേധയ കാലത്തികവിങ്കൽ നമ്മുടെ പാപങ്ങളെ അകറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് പാപ പരിഹാര യാഗമായിട്ട് ഏൽപ്പിക്കപ്പെടുകയാണ്. 4-മതൊരു കാരണം പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശിക്ഷയായി കർത്താവായി യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരനായിട്ട് മരിക്കുകയാണ്. വാസ്തവത്തിൽ ശിക്ഷ ഏൽക്കേണ്ടതും ശിക്ഷിക്കപ്പെടേണ്ടതും കുറ്റക്കാരൻ എന്ന നിലയിൽ ഞാനാകുന്നു എങ്കിലും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്, എന്നെ
വിടുവിക്കുവാനും വീണ്ടെടുക്കുവാനും ആഗ്രഹിക്കുന്നത് കൊണ്ട് എൻ്റെ പകരക്കാരനായിട്ട് ഞാൻ അനുഭവിക്കേണ്ടുന്ന ശിക്ഷ അവിടുന്ന് ഏറ്റെടുക്കുകയും എൻ്റെ സ്ഥാനത്ത് മരിക്കുവാൻ, പകരക്കാരനായിട്ട് ശിക്ഷിക്കപ്പെടുവാൻ അവിടുന്ന് തന്നെ ഏൽപ്പിക്കുക. എത്ര മഹത്തരമായ സ്നേഹമാണ്! കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് മണിക്കൂറുകൾ ധ്യാനിപ്പാൻ കഴിയും. അത്രമാത്രം ആരും നമ്മെ അംഗീകരിക്കാതിരിക്കുമ്പോൾ, ആരും നമ്മെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മെ തേടി വന്ന ആ വലിയ സ്നേഹം, അവിടുന്ന് അവിടെ കുരിശിൽ കഷ്ടം അനുഭവിച്ചത് നമുക്ക് വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ സ്ഥാനത്ത് അവിടുന്ന് നമുക്ക് പകരമാണ് മരിച്ചത്. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ അവിടുന്ന് സഹിച്ചു, അവിടുന്ന് വഹിച്ചു. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ പോലും ഒരുപക്ഷെ വിസമ്മതിച്ചേക്കാം. ഒരു പക്ഷേ എന്നല്ല, അവർ വിസമ്മതിക്കുവാനിടയായി തീരും എന്നൊരു തർക്കമേതുമില്ല. എന്നാൽ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയല്ല, തള്ളിപ്പറയുകയല്ല, നമുക്ക് വേണ്ടി, നമുക്ക് പകരക്കാരനായിട്ട് ശിക്ഷയേൽക്കുവാൻ തന്നെ ഏൽപ്പിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കടന്നു വരുമ്പോൾ നാം ആവർത്തിച്ച് വായിക്കുന്ന വേദഭാഗമാണല്ലോ യെശയ്യാവിൻ്റെ പുസ്തകം. 53 നമുക്ക് വീണ്ടും അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ, ആമേൻ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:11, 1 പത്രോസ് 3:18 ഒക്കെ വായിക്കുക. സംഗീത പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും. 103:10 ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം അവിടെ നിന്ന് നമ്മോട് പകരം ചെയ്തിട്ടില്ല, മറിച്ച് അത് മുഴുവൻ ഏറ്റെടുത്തത് അവിടെ നിന്നാണ്. ഹല്ലേലൂയ. വ്യക്തിയിലും ആമേൻ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള മരണത്തിലൂടെ അവിടുന്ന് നമ്മുടെ പാപങ്ങളെ പൂർണ്ണമായിട്ടും ആമേൻ ഏറ്റെടുത്ത് ആമേൻ അത് നീതിപൂർവം അവിടുന്ന് കൈകാര്യം ചെയ്യുകയാണ്. സ്തോത്രം. അതിനാൽ നിരപരാധിയായ ഇര കുറ്റവാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് പോലെ ആമേൻ അവിടുന്ന് നമുക്ക് വേണ്ടി കൽവരി മരത്തിൽ തൂങ്ങുന്ന കാഴ്ച എത്ര ഭീകരമാണ്! ഈ മഹത്തായ ഈ സത്യം വിശ്വസിക്കുമ്പോഴാണ് ഈ ശ്രേഷ്ഠതരമായ പദവിയിലേക്ക് നാം ഉയർത്തപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലേക്കൊന്ന് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 30-31 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്ന നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് അവൻ പറഞ്ഞു. നോക്കുക, ഞാൻ അനുഭവിക്കേണ്ടുന്ന ശിക്ഷകൾ എൻ്റെ സ്ഥാനത്ത് അവിടെ നിന്ന് ഏറ്റെടുത്ത് എനിക്ക് പകരക്കാരനായിട്ട് കുരിശിൽ മരിച്ചതുകൊണ്ട് ആമേൻ, അത് ഞാൻ വിശ്വസിപ്പാൻ തയ്യാറാകുമ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ആ ദൈവികമായ ശ്രേഷ്ഠതയേറിയ അനുഭവം എനിക്ക് സ്വായത്തമാകുകയാണ്. നാം വായിച്ച ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അവർ ചോദിക്കുകയാണ്, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? മറുപടി ഇങ്ങനെയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയരെ, ഈ സ്നേഹമുള്ള രക്ഷകനെ സ്വീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12 ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ജാതി, മത, വർണ്ണ, വർഗ, ഭാഷാ വ്യത്യാസമില്ലാതെ ആർക്കും അവിടുത്തെ മക്കളാകുവാൻ അധികാരം നൽകപ്പെടുകയാണ്. സ്തോത്രം. എൻ്റെ അനുഭവം പറയുവാൻ കഴിയും. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ. അവിടെ എന്നെ സ്നേഹിച്ചു. എനിക്ക് വേണ്ടി തന്നെത്താൻ അവിടെ നിന്ന് ഏൽപ്പിക്കപ്പെട്ടു.
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ കർത്താവ് താങ്കൾക്ക് വേണ്ടിയും ക്രൂശിതനായി മരിച്ചവനാണ്. താങ്കൾ ഏത് മതത്തിൽപ്പെട്ടവരുമാകട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്നവനുമാകട്ടെ, ഏത് ദേശനിവാസിയുമാകട്ടെ, താങ്കളുടെ നിറമൊന്നും കർത്താവിന് വിഷയമല്ല. മറിച്ച് അവിടുത്തെ കർത്താവും രക്ഷിതാവുമായിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടെ അംഗീകരിപ്പാൻ മനസ്സ് വെച്ചാൽ അവിടുന്ന് താങ്കളെയും രക്ഷിപ്പാൻ ഒരുക്കമുള്ളവനാണ്. യേശു താങ്കളെയും സ്നേഹിക്കുന്നു. താങ്കൾക്ക് വേണ്ടി കൂടെയാണ് എൻ്റെ കർത്താവ് പകരയാഗമായി കാൽവരിയിൽ ഏൽപ്പിക്കപ്പെട്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവായ യേശുവിൻ്റെ മരണം ഒരു തോൽവിയല്ലായിരുന്നു. ഈ നാളുകളിൽ നാം പലപ്പോഴും പല പ്രാസംഗികരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ക്രൂശിൽ ഒരു പരാജിതൻ്റെ മരണമാണ് യേശു ഏറ്റുവാങ്ങിയതെന്ന്. സത്യത്തിൽ തിരുവെഴുത്തിൻ്റെ വിപരീതമായ ഉപദേശമാണ് അത്. അവിടുന്ന് തോൽക്കുകയോ പരാജയപ്പെട്ട് പോകുകയോ അല്ല ചെയ്തത്, മറിച്ച് കർത്താവിൻ്റെ ക്രൂശ് മരണം ജയകരമായ ഒരു അനുഭവമായിരുന്നു. പാതാള ഗോപുരങ്ങളെ തകർത്തെറിഞ്ഞ, പിശാചിൻ്റെ അധികാരങ്ങളെ തകർത്തെറിഞ്ഞ, ആയുധവർഗം വയ്പ്പിച്ച് പരസ്യക്കോലമാക്കി തീർത്ത ജയാളിയുടെ മരണമായിരുന്നു കാൽവരിയിലെ മരണം. തോറ്റു തുന്നം പാടിയവൻ്റെ മരണമല്ല, നിരാശയോടുകൂടെ ആത്മഹത്യ ചെയ്ത അനുഭവമല്ല. ഞാൻ ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെയുള്ള ചില പ്രാസംഗികരൊക്കെ നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അവർ പറയുന്നത് അവിടുന്ന് തോറ്റുപോയി, ക്രൂശിൽ തോറ്റവൻ. എന്നാൽ തിരിച്ചറിയുക, കാൽവരിയിൽ അവിടുന്ന് എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുവാൻ വേണ്ടി മരിച്ചു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകരുത് എന്ന് പിതാവ് ഇച്ഛിച്ചു. അവർ നിത്യജീവൻ പ്രാപിക്കുവാൻ തൻ്റെ പുത്രൻ്റെ മരണം അവിടുന്ന് പകരമായിട്ട് ആമേൻ ഹല്ലേലൂയ സ്വീകരിക്കുകയാണ്. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലെ 2-ാം വാക്യം ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 1 യോഹന്നാൻ 2:2 വായിക്കട്ടെ. അതിങ്ങനെയാണ് വായിക്കുന്നത്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. ഏതെങ്കിലും സമുദായത്തിൻ്റെ മാത്രം പാപത്തിന് പരിഹാരം വരുത്തുവാനല്ല അവിടുന്ന് മരിച്ചത്. തെറ്റിദ്ധരിക്കരുത്. യേശു ക്രിസ്തു നാം എപ്പോഴും കേൾക്കുന്നത് പോലെ ഒരു പ്രത്യേക സമുദായത്തിൻ്റെ, ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദൈവമല്ല. അവിടുന്ന് എന്തിനു വേണ്ടി വന്നു, എന്താണ് അവിടുന്ന് ചെയ്തത്, അവിടുത്തെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു എന്നൊക്കെ നാം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുവാൻ, ധ്യാനിക്കുവാൻ തയ്യാറായാൽ നമുക്കൊന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. There is no other way for us to be saved. Praise the Lord. There is something to be done. അതുകൊണ്ട് അവിടുന്ന് പ്രായശ്ചിത്തയാഗമായി നമുക്ക് പകരമായിട്ട് അവിടുന്ന് കാൽവരിയിൽ തകർക്കപ്പെടുകയാണ്. എനിക്ക് വേണ്ടി മാത്രമല്ല, ഇന്ന് ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന സകല മാനവജാതിക്കും വേണ്ടി. അതാണ് വചനം പറയുന്നത്, നമ്മുടേതിന് മാത്രമല്ല സർവ്വലോകത്തിൻ്റെയും പാപത്തിന് തന്നെ. എത്ര ആഴമായ സ്നേഹമാണ് പിതാവിനുള്ളതെന്ന് ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ മരണം എല്ലാവർക്കും പര്യാപ്തമാണ്. പക്ഷെ അത് സ്വായത്തമാക്കുവാൻ ഓരോരുത്തരും അത് വിശ്വസിക്കേണ്ടതുണ്ട്.
സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ അതെനിക്ക് അനുഭവവേദ്യമായി തീരുവാൻ എനിക്ക് വേണ്ടി യേശു കർത്താവ് കാൽവരിയിൽ പകരയാഗമാക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കാൻ തയ്യാറാകണം. സ്തോത്രം. അങ്ങനെ വിശ്വാസത്താൽ ഞാൻ അവിടുത്തെ യാഗത്തെ അംഗീകരിച്ചുകൊണ്ട് യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ് അത് എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകുന്നത്, പ്രവർത്തനനിരതമാകുന്നത്, ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്, ഞാൻ ഭാഗ്യവാനാകുന്നത്, നിത്യജീവൻ്റെ ഉടമയാകുന്നത്, ദൈവ കുടുംബത്തിൻ്റെ അംഗമാകുന്നത്, ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകുന്നത്, ദൈവ പൈതലായി മാറുന്നത്. അവിടുന്ന് മരണത്തെ ജയിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. അതുവഴി ദൈവിക നീതിയുടെ എല്ലാ അവകാശവാദങ്ങളും അവിടുത്തെ മരണത്താൽ നിറവേറ്റിയിട്ടുണ്ടെന്ന് നാം വിശ്വസിക്കുക. അത് മുഖാന്തരം സകല മാനവജാതിക്കും രക്ഷ ലഭ്യമാണെന്നും നാം തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ 35-ാം വാക്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവനെ പുറത്താക്കി എന്ന് യേശു കേട്ട് അവനെ കണ്ടപ്പോൾ, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. സ്തോത്രം. നമുക്ക് ആ ഭാഗം അറിയാം. പിറവിയിലെ കുരുടനായിരുന്നൊരു മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. അവൻ്റെ സൗഖ്യവിവരം സമൂഹത്തിൽ വലിയ ചലനങ്ങളുണ്ടാക്കി, ഓളമുണ്ടാക്കി. ഒടുക്കം കുടുംബക്കാർ തന്നെ അവനെതിരായിട്ട് തിരിയുകയാണ്. അവന് പ്രായമായി, അവൻ തീരുമാനിക്കട്ടെ, അവൻ മറുപടി പറയട്ടെ എന്ന നിലയിലേക്ക് സ്വന്തം മാതാപിതാക്കൾ പോലും എത്തിച്ചേർന്നപ്പോൾ അവനെ കണ്ട യേശു ചോദിക്കുകയാണ്, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ആ മനുഷ്യൻ മറുപടി ഇങ്ങനെയാണ്, അതിനവൻ, യജമാനനെ, അവനാർ ആകുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കാം എന്നുത്തരം പറഞ്ഞു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഈ നാം കേട്ടതാകുന്ന അവിടുത്തെ പരമയാഗത്തിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കട്ടെ, ജന്മന അന്ധനായിരുന്ന, പിന്നീട് സൗഖ്യമാക്കപ്പെട്ട, സമൂഹം തള്ളിക്കളഞ്ഞ് മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞ പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിലകൊണ്ട ആ എളിയവനോടുള്ള ചോദ്യം ഇപ്രകാരമായിരുന്നു, നീ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നുവോ? ഇതെൻ്റെയും ചോദ്യം ഇത് തന്നെയാണ്. യേശു കർത്താവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവൻ്റെ മറുപടി ശ്രദ്ധിക്കുക, ഞാൻ അവനിൽ വിശ്വസിക്കാം, അവൻ ആരാകുന്നു? യേശുവിൻ്റെ മറുപടി, നീ അവനെ കണ്ടിട്ടുണ്ട്, നിന്നോട് സംസാരിക്കുന്നവൻ അവൻ തന്നെ എന്ന് പറഞ്ഞു. ഉടനെ അവൻ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കർത്താവിൽ പ്രിയനായ ദൈവ ജനമേ, അഥവാ കർത്താവിൻ്റെ വ്യക്തിപരമായ നിലകളിൽ അറിയാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇന്ന് എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് ഒരു യാഥാർത്ഥ്യമാണ്. അത് കെട്ടുകഥയോ ഊഹാപോഹങ്ങളെയോ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നല്ല, പിന്നെയോ അതൊരു ചരിത്ര സത്യമാണ്. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് ഈ ഭൂപരപ്പിൽ ജാതനായി 33.5 വയസ്സ് വരെയും ജീവിച്ച് അവസാനത്തെ 3.5 വർഷക്കാലം പിതാവിൻ്റെ ഹിതമനുഷ്ഠിപ്പാൻ പരസ്യ ശുശ്രൂഷയിൽ ഇറങ്ങി വരികയും ഒടുക്കം സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പാപയാഗമാക്കപ്പെടുവാൻ കുരിശിലേക്ക് നടന്നു കയറി ഈ യാഗമാക്കപ്പെട്ട, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവ് ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് താങ്കൾക്കും കടന്നു വരാം. ഹല്ലേലൂയ. ഒരു നിത്യത നമ്മെ കാത്തു നിൽക്കുന്നു. ഒരു സ്വർഗീയമായ ശ്രേഷ്ഠാനുഭവം നമുക്ക് ഒരുക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ.
ഞാൻ നിങ്ങൾക്കായി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും ഒന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഇന്ന് പകലിൽ കേൾവിക്കാർ ഈ കർത്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ പാപബോധത്തോടെ ഇപ്രകാരം പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്. അവിടുന്ന് എനിക്ക് വേണ്ടി മരിച്ചു. അവിടുത്തെ പാപപരിഹാര യാഗത്തിൽ എൻ്റെ എല്ലാ പാപത്തിനും പരിഹാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി തുറക്കുന്നു. എൻ്റെ ഉള്ളത്തിലേക്ക് എൻ്റെ രക്ഷിതാവും കർത്താവുമായി കടന്നു വന്ന് എന്നിൽ വസിക്കണം. അങ്ങയുടെ പൈതലാക്കടിനെ സ്വീകരിക്കണം. ഈ വാക്കുകൾ വിശ്വാസത്തോടെ പാപബോധത്തോടെ താങ്കൾ പ്രാർത്ഥിക്കുമെങ്കിൽ ഈ നിമിഷം താങ്കൾ ദൈവ കുടുംബത്തിൽ ദൈവ പൈതലായിട്ട് വീണ്ടും ജനിക്കുകയാണ്. അതിനായി കർത്താവ് താങ്കളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ദൈവികമായ ദൂതനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മരിച്ചതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് പകരമായിട്ട് കൽവരിയിൽ അവിടുന്ന് പകരയാഗമായി അർപ്പിക്കപ്പെട്ടു. അങ്ങയുടെ മരണം ഞങ്ങൾക്ക് നിത്യജീവൻ്റെ അവകാശത്തിന് വഴി തുറന്നിരിക്കുക. സ്തുതിക്കുന്ന പിതാവേ, ഇന്ന് പകക്കാല വചനങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, വിശ്വാസ വർദ്ധനയ്ക്ക് കാരണമായി തീരുവാൻ സമർപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ. മഹത്വം അങ്ങേക്ക്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.